ശിവിച്ച ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ജനറൽ ക്രിസ്ത്യൻ ആവശ്യമാണോ? ഇതൊരു സുവിശേഷത്തിന്റെ ഭാഗമാണോ ഈ പഴയ നിയമത്തിന്റെ ദൈവത്തിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തത്? ഇത് ഒരു പുതിയ നിയമ വിശ്വാസിക്ക് ഈ ഒരു അറിവ് അനിവാര്യമാണോ, അതോ ജസ്റ്റ് ഫോർ എ നോളജ് മാത്രം ആവശ്യമുള്ള സാധനമാണ്? ഈ കാര്യങ്ങളൊന്നും ഒരു ക്രിസ്ത്യാനി അറിയേണ്ട കാര്യമില്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ സഭയിലുണ്ട്. അതായത് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവ് അല്ലേ? ജസലിന് എഴുതിയൊരു പാട്ടിൽ എനിക്ക് 2 പേര് പാടിക്കും, നല്ല രസം ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? സ്തുതികൾ വാണിടും പിതാവേ സ്തുതികൾ വാണിടും. ആ പാട്ടാണോ? അല്ല, അതെ. സ്തുതികൾ വാണിടും പരിശുദ്ധാത്മാവ് സ്തുതികൾ വാണിടും യേശുവേ പോലെ വാഴ്ത്തുന്നോനെ പിതൃസുത പരിശുദ്ധാത്മാവാം പിതൃസുത പരിശുദ്ധാത്മാവാമൻ ദൈവമേ എൻ ദൈവമേ അവനോട് നമ്മെ പോലെ അവനായി തിരുഷ്ടതാനരനായി നമ്മെ തൻ പിതൃസുതനാക്കി ബന്ധിച്ചതുമാ പിതൃസുത പരിശുദ്ധാത്മാവാം എൻ ദൈവമേ. അടുത്തായിട്ട് ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ശിവിച്ചാൻ പറഞ്ഞു ഇത് ക്രിസ്ത്യാനിറ്റിയിൽ ഇത് സാധാരണ ഒരു ക്രിസ്ത്യാനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് ശിവിച്ചാൻ പറഞ്ഞു. പക്ഷെ ഈ ഒരു ട്രൂത്ത് അറിഞ്ഞു കഴിഞ്ഞ ഒരു ക്രിസ്ത്യാനിറ്റിക്ക് എന്താണ് ബെനിഫിറ്റ്? അതായത് ഇത് അറിയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് സ്പിരിച്വൽ ഗ്രോത്തോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശരിക്കും സുറിയാനിക്കാരായ വിശ്വാസികൾ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേകദൈവം, ഇപ്പം ത്രിയേകമേകത്രയ ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാ ഇതല്ലേ സത്യവിശ്വാസം? അത് യേശുവല്ല താരുമില്ല ഇതാണോ? അത് പെന്തെക്കോസ്തുകാരുടെ പാട്ടല്ലേ? അപ്പൊ സത്യവിശ്വാസത്തിൽ നിന്ന് സഭയിലുള്ള ആളുകൾ വ്യതിചലിക്കുന്നു. പെന്തെക്കോസ്റ്റൽ ഇൻഫിൽട്രേഷൻ ഹാസ് ഹാപ്പൻഡ്. ആ സമയത്ത് ഇതിനെതിരെ ചെറുത്തു നിൽക്കേണ്ട ഉത്തരവാദിത്തമുള്ള നേതൃത്വം കുറ്റകരമായ മൗനം പാലിക്കുന്നു. അപ്പോ ഈ സുറിയാനി സഭയുടെ സത്യവിശ്വാസം മലങ്കരയിൽ ഇല്ലാതെയാകുന്നു. അപ്പൊ അതിന് നിനക്കെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഞാൻ ഒത്തിരി 1000 പ്രാവശ്യം ആലോചിച്ചാണ് തുടങ്ങിയത്. കാരണം ഈ ഒരു സത്യവിശ്വാസം ഈ ലോകത്തുള്ളത് അവശേഷിക്കുന്നത് ഈ മലങ്കരയിലെ ഈ എന്ന് പറഞ്ഞാൽ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ, അതിൽ അവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതിവേഗം കൊഴിഞ്ഞു പോകും. അപ്പൊ ആ ഒരു റേറ്റിൽ ഇത് പോയി കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് വിശ്വാസം കംപ്ലീറ്റ് ഇല്ലാതാവും. ഇതെനിക്ക് മനസ്സിലായി. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ ദിവസങ്ങളോളം ചിന്തിച്ചു. കാരണം ഇത്രയും മഹത്തായ ഒരു വിശ്വാസ പാരമ്പര്യം, ദൈവശാസ്ത്ര പാരമ്പര്യം അന്യം നിന്ന് പോകും, ട്രിനിറ്റേറിയൻ തിയോളജി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഇത് പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് പെന്തെക്കോസ്തിൽ സുഖമായിട്ട് നിൽക്കാമായിരുന്നു. കൈയൊക്കെ പൊക്ക് ആളുകളെ വീഴിക്കുകയോ അങ്ങനെയൊക്കെ. ഇത് ഞാൻ ഒത്തിരി ചിന്തിച്ചു. കാരണം ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പിതാക്കന്മാരുടെ ഓർമ്മ എന്നെ ഹോണ്ട് ചെയ്യും നൂറ്റാണ്ടുകളായിട്ട്. ആ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ആളുകള്, ആ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ വില നോക്ക്. ഇവരെല്ലാം പെന്തക്കോസ്ത് പാട്ട്, അച്ഛന്മാർ വരെ പെന്തക്കോസ്ത് പാട്ട് പാടുന്നു, കൈപൊക്കി ഹലലല ഹലലല, എല്ലാം നശിച്ചു പോവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി സൗജന്യമായിട്ടെന്നുള്ളതല്ല, എനിക്ക് പ്രതിഫലങ്ങളില്ല, പക്ഷെ പ്രതിഫലവും ഇല്ല, അതിന് ഒരുപാട് ഉപദ്രവം ഉണ്ട് താനും എങ്കിലും. അപ്പൊ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് ഒരു പ്രയോഗം പത്രോസ്ലിയ നടത്തുന്നുണ്ട്. റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, അതായത് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം എന്നാണ് മലയാളത്തിൽ തർജ്ജമ. അപ്പൊ നമ്മുടെ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഈ കോഴ്സിന് വേണ്ടി അങ്ങ് ചെലവാക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോ
ഈ സത്യത്തിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ യഹോവയുടെ കാര്യവും ഈ അശേരയുടെ കാര്യവും ഇതൊന്നും ആരും പഠിക്കേണ്ട കാര്യമില്ല. സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിൽ ആ ലിറ്റർജിയോട് വിശ്വസ്തത പുലർത്തി ആ ലിറ്റർജിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പിതാക്കന്മാരെല്ലാം റെഡിയാക്കി പണ്ടേ കൊടുത്തിട്ടുള്ള. പക്ഷേ ഈ പെന്തക്കോസ്ത് ആസുര ചിന്തകൾ സഭയ്ക്കകത്ത് കയറിയിട്ട് സഭാവിശ്വാസികൾ മുഴുവൻ യഹോവ ഭക്തന്മാരും യേശു ആരാധനക്കാരും ഒക്കെ ആയി മാറി. അപ്പൊ ആ സത്യവിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? യഹോവ ഗോത്രദൈവമാണെന്നും ദുർമൂർത്തിയാണെന്നും പിന്നെ കിരാതമൂർത്തിയാണെന്നും പിന്നെ സംഹാരമൂർത്തിയാണെന്നും മദ്യപ്രിയനാണെന്നും അങ്ങനെയുള്ള യഹോവയുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ ഇവർ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. യഹോവ ഭക്തന്മാരായ മിലിത്യോസും അത്താനാസ്യോസും വടിയുമാളുമായിട്ട് ഇറങ്ങി. യാക്കോബായിലൊരു തെരുവ് റമ്പാനുണ്ട്, ഈ തെരുവിലൊക്കെ സമരം ചെയ്ത് അങ്ങേരും ഏതാണ്ടൊക്കെ എഴുതി. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി കുറെ കൂടെ ആഴത്തിൽ ഈ കാര്യം പറയണം. അതാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇരട്ട കർത്തൃദ്വയങ്ങളെ കുറിച്ച് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവരുടെ ലിറ്റർജിയിൽ ഒരു ഉറച്ചു നിന്നാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ പ്യുവറായിട്ടുള്ള ഇത്ര സിൻസിയർ ആയിട്ടുള്ള ഈ ഗോസ്പലും ഈ തിയോളജിയും എല്ലാം വിട്ടിട്ട് ഇവർ ഈ തെറ്റായ രീതികളിലേക്ക് ആളുകൾ പോകുമ്പോൾ ട്രിനിറ്റേറിയൻ വർഷിപ്പ് ലോകത്തില്ലാതാവും. യേശുനാമ ആരാധനയുള്ളൂ ലോകം മുഴുവൻ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ. ട്രിനിറ്റേറിയൻ വർഷിപ്പ് ഉള്ളത് ആകെപ്പാട് ഈ സുറിയാനിക്കാർക്കാണ്. അവരുടെ കൂടെ അത് പോകുമ്പോൾ അത് പോകുമല്ലോ. അപ്പൊ ഇത്ര മഹത്തായ ഇപ്പൊ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആനിമൽസിനൊക്കെ വേണ്ടി സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് സുറിയാനിക്കാര്. അപ്പൊ ഞാൻ അതിനുവേണ്ടി എന്റെ ഒരു ഒരു എൻവയോൺമെന്റൽ സർവീസ് ആയിട്ട് ഇപ്പം നമ്മൾ പരിസ്ഥിതി സൗഹൃദം ഈ നശിച്ചു പോകുന്ന അണ്ണാനെയൊക്കെ പിടിച്ച് കൂട്ടിലിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു എന്റെ ഒരു സൗജന്യ സേവനം, ഇത്രേ ഉള്ളൂ. പക്ഷെ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു തോട്ട് ഒരുപാട് ക്രിസ്ത്യാനിറ്റിയെ ഹെൽപ്പ് ചെയ്യും ഇൻ മെനി വേസ്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞ ഒരു വാക്സിനേഷനാണ്. ഈ വാക്സിനേഷൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും പെന്തക്കോസിൽ പോകാൻ പറ്റത്തില്ല, പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് യഹോവ സാക്ഷി ചേരാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യം ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിക്കാൻ പറ്റത്തില്ല. നാലാമത്തെ കാര്യം യുക്തിവാദികൾക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഒറ്റ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, യഹോവ വിഷയം എന്ന് പറയുന്ന ഒറ്റ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, കാരണം ശിപിച്ചാൻ പറഞ്ഞാൽ ശരിയാണ്, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ നിൽക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് ഈ പറഞ്ഞ പെന്തക്കോസുകാരും ബ്രദറുകാരും യഹോവസാക്ഷികളും ഇസ്ലാമിസ്റ്റുകളും ഈ പറയുന്ന പോലത്തെ നമ്മുടെ നിരീശ്വരവാദികളും എല്ലാവരും ഉള്ള ഒരു വാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനിടയിൽ പണ്ടുള്ള പോലെ അല്ല, ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പിള്ളേരൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആന്റിഡോട്ട് എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന് മസ്റ്റ് ടേക്ക് വാക്സിൻ ആണ്. കൊറോണയുടെ വാക്സിൻ ഇത്രയും നാൾ മുന്നേ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാവരും കൊറോണയുടെ വാക്സിൻ എടുക്കുന്നുണ്ട്. അതേപോലെ ഓരോ അസുഖങ്ങൾക്ക് അങ്ങനെ ഓരോ കാലഘട്ടം ഉണ്ട്. അതിന് മുന്നേ അതിന്റെ വാക്സിൻ ഒന്നും ആരും എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിന്റെ ഒരു വാക്സിനേഷൻ ആയിട്ടാണ്, ക്രിസ്ത്യാനിറ്റിക്കുള്ളൊരു വാക്സിനേഷൻ ആയിട്ടാണ് ഈ ഒരു യഹോവയെ കുറിച്ചുള്ള ഒരു പഠനം വന്നേക്കുന്നതും അതിനെ ശിക്ഷാന ദൈവം യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ,